സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. മഹാഭാരതം എന്ന ഇതിഹാസത്തിലെ ഭഗവത്ഗീതയുടെ പ്രസക്തിയെക്കുറിച്ച് അറിയാനായിക്കൊണ്ട് ഒരു വിഹക വീക്ഷണം, അത്രയേ ഉള്ളൂ. മഹാഭാരതം എന്നതൊരു മഹാസാഗരം. ആ സാഗരത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ കര കാണാതെ, എത്തും പിടിയും കിട്ടാതെ നമ്മൾ വർഷങ്ങളോളം അലയേണ്ടി വരും. അതും പ്രത്യേകിച്ച് എൻ്റെ ശൈലിയിൽ പോവുകയാണെങ്കിൽ ഓരോ വരിയും വായിച്ച് ഓരോ വാക്കും പറഞ്ഞ് അതിൻ്റെ വ്യാഖ്യാനങ്ങളിലൂടെ പോവുകയാണെങ്കിൽ 18 വർഷമെങ്കിലും ദിവസവും ക്ലാസ് എടുത്താൽ തീരില്ല. 18 വർഷം കൊണ്ട് തീരില്ല. 18 പർവ്വങ്ങൾ. അപ്പോൾ അത് നമുക്ക് ഈശ്വരൻ അനുഗ്രഹിച്ച് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു സാഹസം തോന്നിക്കുമ്പോൾ അപ്പം ചെയ്യാം. അറിയില്ല ഈശ്വരൻ എന്തൊക്കെയാണ് നമുക്ക് വെച്ചിരിക്കുന്നത് എന്നുള്ളത്. ഭാവിയിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോണത്. ഇതുപോലെയുള്ള കൊറോണ കാലങ്ങൾ ഇനിയും വന്നു പോയാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പം നേരം പോണ്ടേ നമുക്ക്. അപ്പം ഇതുപോലെയുള്ള സാഹസങ്ങൾക്കൊക്കെ നമ്മൾ ഇറങ്ങിത്തിരിക്കും. അപ്പം അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാവുമ്പോൾ നോക്കാം. ഒരുപാട് ആവശ്യക്കാരുണ്ട്. കാരണം ബാക്കിയുള്ളതെല്ലാം കേട്ട് ഭാഗവതവും നാരായണീയവും രാമായണവും എല്ലാം പല പ്രാവശ്യം കേട്ടതായിട്ടുള്ള ആൾക്കാർക്ക് ഇനി മഹാഭാരതം വിശദമായി കേൾക്കണം എന്നുള്ളതായിട്ടുള്ള ആഗ്രഹമുണ്ട്, പലർക്കുണ്ട്. പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ ആ സാഹസത്തിന് മുതിരുന്നില്ല. 1.25 ലക്ഷം ശ്ലോകങ്ങളിലൂടെ വേദവ്യാസൻ അവതരിപ്പിച്ച മഹാഭാരതം എന്ന മഹാസാഗരം, അത് നമുക്ക് ദൂരത്തുനിന്ന് പറന്നു നോക്കാം. മുകളിലൂടെ ഒന്ന് പറന്നു നോക്കാം. ഉള്ളിലേക്ക് ഇറങ്ങുമൊന്നും വേണ്ട. വിഹക വീക്ഷണം. ഒരു പക്ഷി എങ്ങനെയാണോ ഉയരത്തിൽ നിന്ന് താഴോട്ട് നോക്കി കാര്യങ്ങളെ അവലോകനം ചെയ്യുന്നത്, അതുപോലെ ഒന്ന് ഓടിച്ച് നോക്കാം എന്നേ പറയുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അതിലേക്ക് പ്രവേശിക്കാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ഓ, മഹാഭാരതത്തിന്റെ ആരംഭത്തിൽ ഉള്ളൊരു മംഗള ശ്ലോകമാണിത്. നാരായണനെയും നരനെയും സരസ്വതീ ദേവിയെയും വ്യാസനെയും വന്ദിച്ചിട്ട് ജയം പറയണം എന്നാണ് പറഞ്ഞത്. ജയം എന്നതാണ് മഹാഭാരതത്തിന്റെ ഒറിജിനൽ പേര്. വ്യാസൻ ആദ്യം കൽപ്പിച്ച പേര് ജയം എന്നായിരുന്നു. മഹാഭാരതത്തിന്റെ സന്ദേശം തന്നെ ആ പേരിലുണ്ട്. എന്താണ് മഹാഭാരതത്തിന്റെ സന്ദേശം? യഥോ ധർമ്മ തഥോ ജയ. യഥോ ധർമ്മ തഥോ ജയ. അതാണ് മഹാഭാരതത്തിന്റെ ഏറ്റവും എന്താ പറയുക, ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞാൽ മോട്ടോ. അപ്പോ നമ്മുടെ വേദങ്ങളിൽ സത്യം വദ, ധർമ്മം ചര, മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥിദേവോ ഭവ മുതലായ ആദേശങ്ങൾ നൽകുന്നുണ്ട്.
ഗുരുകുലങ്ങളിൽ വിദ്യാഭ്യാസം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും ആ ഗുരുകുലം കഴിഞ്ഞ് സമാവർത്തനം ചെയ്ത് ഗൃഹങ്ങളിലേക്ക് പോകുന്നവർക്കുമായിട്ടുള്ള ആചാര്യന്മാരുടെ ഗുരുക്കന്മാരുടെ ഉപദേശമാണിത്. യജുർവേദത്തിലെ കൃഷ്ണ യജുർവേദത്തിലെ തൈത്തിരീയ ഉപനിഷത്തിലാണ് ഈ മന്ത്രങ്ങൾ വരുന്നത്. ആചാര്യോം ദേവാസിനമനുശാസ്തി സത്യം വദ ധർമ്മം ചര മാതൃദേവോ ഭവ പിതൃദേവോ ഭവ ആചാര്യദേവോ ഭവ അതിഥി ദേവോ ഭവ യാന്യനവദ്യാനി കർമാണി താനി സേവിതവ്യാനി യാന്യസ്മാകകം സുചരിതാനി താനി ത്വയോപാസ്യാനി നോ ഇതരാണി. ഇങ്ങനെ ഉപദേശം തുടരുകയാണ്. എന്താണോ അറിവുള്ളവർ ശ്രേഷ്ഠന്മാരായിട്ടുള്ളവർ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾ അത് വേണം നിങ്ങൾ പിന്തുടരുവാൻ, നിങ്ങൾ അനുഷ്ഠിക്കുവാൻ. യാന്യസ്മാകകം സുചരിതാനി താനി ത്വയോപാസ്യാനി. ഞങ്ങളെ പോലെയുള്ള ഗുരുക്കന്മാർ, ഗുരുതുല്യന്മാർ, സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ, പൂജ്യന്മാരായിരിക്കുന്ന ആളുകൾ ഏത് കർമ്മങ്ങൾ ചെയ്യുന്നുവോ അതാണ് നിങ്ങളും പിന്തുടരേണ്ടത്. നോ ഇതരാണി, അല്ലാത്തതൊന്നും ചെയ്യരുത്, അരുതാത്തതൊന്നും ചെയ്യരുത് എന്നിങ്ങനെ ഉപദേശങ്ങൾ വിശദമായിട്ടുണ്ട് അവിടെ. അപ്പോൾ ആ ഉപദേശങ്ങളിൽ അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനാണ് നമ്മുടെ രണ്ട് ഇതിഹാസങ്ങൾ, മഹാഭാരതവും രാമായണവും. അത് വാൽമീകി രാമായണം. വാൽമീകി രാമായണവും മഹാഭാരതവും ധർമ്മ ശാസ്ത്രങ്ങളാണ്. ധർമ്മം ചര എന്നതാണ് അതിൻ്റെ മുഖ്യമായിട്ടുള്ള സന്ദേശം. ധർമ്മം ചര, അതാണ് മഹാഭാരതത്തിൻ്റെയും രാമായണത്തിൻ്റെയും സന്ദേശം. രാമായണം വളരെ സ്ട്രെയിറ്റ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നു. ശ്രീരാമൻ എന്ന മര്യാദാ പുരുഷോത്തമനെ, ധർമ്മത്തിന്റെ മൂർത്തിയെ മുൻ നടത്തിക്കൊണ്ട് ആ രാമചരിതത്തിലൂടെ, രാമന്റെ ആചരണത്തിലൂടെ എങ്ങനെയാണ് ധർമ്മം ചരിക്കേണ്ടത്, ഈ പറഞ്ഞ ഉപദേശങ്ങളൊക്കെ എങ്ങനെയാണ് പ്രാവർത്തികമാക്കേണ്ടത് എന്ന് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു വാൽമീകി മഹർഷി. അതുകൊണ്ടാണ് ഇതിഹാസങ്ങൾ പഞ്ചമവേദമാകുന്നത്. വേദത്തിന്റെ വ്യാഖ്യാനങ്ങളാണത്. അതുപോലെ മഹാഭാരതം എന്നത് ഈ ധർമ്മം ചര എന്നുള്ള അനുശാസനത്തെ പരോക്ഷമായി അല്ലെങ്കിൽ വിപരീത ദിശയിൽ അവതരിപ്പിച്ച് കാണിച്ചിരിക്കുകയാണ്. മറ്റത് എങ്ങനെ ആചരിക്കണമെന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരുമ്പോൾ മഹാഭാരതം നമുക്ക് കാണിച്ചു തരുന്നത് എങ്ങനെ ആയിക്കൂടാ, എങ്ങനെ ആയിക്കൂടാ, ആരൊക്കെ ആയിക്കൂടാ എന്ന് കാണിച്ചു തരാനാണ് മഹാഭാരതത്തിലെ ഇത്രയും കഥാപാത്രങ്ങൾ ഇത്രയും വിപുലമായി അവതരിപ്പിച്ചിരിക്കുന്നത്. എത്ര കഥാപാത്രങ്ങളാണ് മഹാഭാരതത്തിലുള്ളത്. അവരുടെ ഓരോരുത്തരുടെയും കഥകൾ ഈ മഹാഭാരതം എന്ന മെയിൻ സ്ട്രീം കഥയിലേക്ക് ഇണക്കി ചേർത്ത് അവർക്ക് ഓരോരുത്തർക്കും സംഭവിക്കുന്ന ധർമ്മച്യുതികളെ കാണിച്ചു തന്ന് അവർക്കുണ്ടാകുന്ന പതനം, അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ടുള്ള നാശം, സർവനാശം, അതിനെ കാണിച്ചു തന്നുകൊണ്ട് വ്യാസൻ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു, യഥോ ധർമ്മ തതോ ജയഃ, യഥോ ധർമ്മ തതോ ജയഃ. വ്യാസൻ മഹാഭാരതത്തിൽ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, ഞാനിതാ രണ്ട് കൈയും ഉയർത്തിപ്പിടിച്ച് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു, നിങ്ങളെല്ലാവരും ധർമ്മം ആചരിക്കുവിൻ, എല്ലാവരും ധർമ്മം ആചരിക്കുവിൻ എന്ന്. രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു എന്നാണ്. എന്തേ നിങ്ങൾ ധർമ്മം ആചരിക്കാത്തത്
എന്ന് ഓരോരുത്തരോടും മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ആ ധർമ്മം ആചരിക്കാത്തവർക്കുള്ള വാണിംഗ് ആണ് വ്യാസന്റെ. അപ്പപ്പോ വ്യാസന്റെ ഇടപെടലുകൾ ഉണ്ട്. മഹാഭാരതത്തിൽ ഉടനീളം നിങ്ങൾക്ക് വ്യാസൻ നിറഞ്ഞു നിൽക്കുന്നത് കാണാം. അദ്ദേഹത്തിന്റെ സന്ദേശങ്ങൾ, അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ, അത് അക്ഷരം പ്രതി പാലിക്കുന്നവർക്ക് ഉണ്ടാകുന്ന വിജയവും അതിനെ ലംഘിക്കുന്നവർക്കുണ്ടാകുന്ന നാശവും, അതാണ് മഹാഭാരത കഥ. യുധിഷ്ഠിരനോട് വ്യാസൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ധർമ്മോപദേശം ചെയ്യുന്നുണ്ട്. അത് അക്ഷരം പ്രതി അനുസരിക്കുന്ന ആളായിരുന്നു യുധിഷ്ഠിരൻ. പക്ഷെ യുധിഷ്ഠിരൻ മാത്രം അനുഷ്ഠിച്ചതുകൊണ്ട് കാര്യമില്ല. അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും സഹോദരന്മാരും അതിനോടൊപ്പം നിൽക്കണം. പക്ഷെ അവർക്ക് ചില സന്ദർഭങ്ങളിൽ യുധിഷ്ഠിരന്റെ നിയന്ത്രണത്തിൽ നിന്ന് വിട്ടുപോകുന്ന ചില സന്ദർഭങ്ങളുണ്ട്. യുധിഷ്ഠിരനെ പോലെ ഒരു സഹിഷ്ണുത അവർക്കില്ലാതാവുന്നതായിട്ടുള്ള സന്ദർഭങ്ങളുണ്ട്. അതൊക്കെയാണ് പിന്നീട് മഹാഭാരത യുദ്ധം, കുരുക്ഷേത്ര യുദ്ധം എന്ന യുദ്ധത്തിലേക്ക് നയിക്കുന്നത്. അപ്പോ രാമായണത്തിലെ ശ്രീരാമനെ പോലെ ഒരു കഥാപാത്രം, അതാണ് മഹാഭാരതത്തിലെ യുധിഷ്ഠിരൻ. ആ യുധിഷ്ഠിരനെ മുൻനിർത്തിക്കൊണ്ട് പാണ്ഡവന്മാരുടെ കഥ പറഞ്ഞ്, മറുവശത്ത് അധർമ്മത്തിന്റെ മൂർത്തീഭാവങ്ങളായിട്ടുള്ള കൗരവന്മാരുടെയും കഥ പറഞ്ഞ്, അധർമ്മം ആചരിച്ചവരെല്ലാം നശിച്ചതായിട്ടുള്ള കഥ പറഞ്ഞുകൊണ്ട് ഒരു ഇതിഹാസം തന്നെയാണത്, ചരിത്രം തന്നെയാണ്. ഈ ഭാരതത്തിൽ നടന്ന കഥയാണത്. ഇതിഹാസം എന്നാൽ ഇപ്രകാരം ഇവിടെ നടന്നു എന്നാണ് അർത്ഥം. ഇതിഹ ആസ, ഇതിഹ ആസ, ഇങ്ങനെ ഇവിടെ നടന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ രാമായണവും മഹാഭാരതവും നമ്മുടെ സനാതനധർമ്മത്തിലെ രണ്ട് ഇതിഹാസങ്ങളാണ്, ചരിത്ര സംഭവങ്ങളാണ്. ഒരു കാലത്ത് ഒരു ദേശത്ത് ഒരു കൂട്ടം ആളുകളുടെ കഥയാണത്, നടന്ന കഥയാണത്. നേരെ മറിച്ച് പുരാണങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ നടന്ന കഥകളുമുണ്ട്, കവിഭാവനകളുമുണ്ട്. ആധ്യാത്മിക തത്വങ്ങൾ ഉപദേശിക്കുവാനായിക്കൊണ്ട് വളരെ ചമൽക്കാരപൂർവം അവതരിപ്പിച്ചതായിട്ടുള്ള ഒരുപാട് കഥകൾ പുരാണങ്ങളിൽ കാണും. പിന്നെ കാലാതീതമായിട്ടുള്ള പലതും അതിൽ പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്നും നമുക്ക് എന്താ പറയുക, പ്രാമാണികമായിട്ട് അവകാശപ്പെടാനോ തെളിയിക്കാനോ സാധ്യവും അല്ല. അതാണ് ഇപ്പൊ പുരാണങ്ങളുടെ ഭാഷ. പുരാണങ്ങൾ എത്രയോ മന്വന്തരങ്ങൾക്ക് മുമ്പ് നടന്ന, അല്ലെങ്കിൽ കൽപ്പങ്ങൾക്ക് മുമ്പ് നടന്ന കഥകളൊക്കെ അവതരിപ്പിക്കുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഒരു തെളിവും കിട്ടാൻ വഴിയില്ല. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് ആ പൗരാണിക ഋഷി പറയുന്നു, നമ്മൾ കേൾക്കുന്നു. അതില്ല എന്ന് സ്ഥാപിക്കാനും നമ്മളെ കൊണ്ട് സാധിക്കില്ല. കാരണം പുരാണങ്ങളുടെ ആചാര്യനായിട്ട് മാർക്കണ്ഡേയ ഋഷിയെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ആ മാർക്കണ്ഡേയ ഋഷി ചിരഞ്ജീവിയാണ്. അദ്ദേഹം അനേക കാലങ്ങളിൽ നടന്ന സംഭവങ്ങൾ നേരിട്ട് കണ്ട ആളാണ്. അപ്പൊ അദ്ദേഹത്തെ സാക്ഷിയായിട്ടാണ് പുരാണങ്ങളുടെ ആചാര്യനായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. ഞാൻ കണ്ടതാ, ഞാൻ ഉണ്ടായിരുന്നു അപ്പോ എന്ന് സധൈര്യം പറയാൻ ഒരാളെങ്കിലും ഉണ്ട്. അതുകൊണ്ടാണ് മാർക്കണ്ഡേയ മഹർഷിയെ പുരാണങ്ങളുടെ ആചാര്യനായി വെച്ചിരിക്കുന്നത്. എത്ര യുഗങ്ങൾ കഴിഞ്ഞാലും ചിരഞ്ജീവിയായ അദ്ദേഹം സാക്ഷ്യം പറയാനുണ്ട്. യെസ്, ഐ വാസ് ദർ, ഐ എക്സ്പീരിയൻസ്ഡ് എന്ന് സമകാലികമായിരിക്കുന്ന കാര്യങ്ങളെ അറിഞ്ഞ ഒരാള് അവിടെ സാക്ഷിയായിട്ടുണ്ട്. അദ്ദേഹത്തെ ആചാര്യനായി മുൻനിർത്തിക്കൊണ്ടാണ് പുരാണങ്ങളിലൂടെ വ്യാസൻ കഥകളൊക്കെ പറഞ്ഞിരിക്കുന്നത്, അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ പുരാണങ്ങളുടെ ദൗത്യം വേറെ, ഇതിഹാസങ്ങളുടെ ദൗത്യം വേറെ. ഇതിഹാസങ്ങൾ ധർമ്മം ചര എന്ന ആ ധർമ്മോപദേശത്തിന് മുഖ്യത്വം കൊടുത്ത് അവതരിപ്പിച്ചിരിക്കുമ്പോൾ പുരാണങ്ങൾ അത് നിവൃത്തി ധർമ്മത്തിലാണ് ഊന്നിയിരിക്കുന്നത്.
ഒന്ന് പ്രവൃത്തി, മറ്റൊന്ന് നിവൃത്തി. ഇതിഹാസങ്ങളിലൂടെ പ്രവൃത്തി ധർമ്മത്തെ ലോകത്തിന് പ്രകാശിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് ധാർമ്മികമായി ഈ ലോകത്ത് ജീവിക്കേണ്ടത് എന്ന് ആ പ്രവൃത്തി ധർമ്മം കാണിച്ചു തരുമ്പോൾ പുരാണങ്ങൾ നിവൃത്തി ധർമ്മത്തിന് പ്രാധാന്യം കൊടുത്തിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പുരാണങ്ങളിൽ ഭക്തി, ജ്ഞാന, വൈരാഗ്യങ്ങൾക്കാണ് മുഖ്യത്വം. ഭക്തി, ജ്ഞാന, വൈരാഗ്യങ്ങൾക്കാണ് പുരാണങ്ങളിൽ മുഖ്യത്വം. നിവൃത്തിയാണ്, പ്രവൃത്തിയിൽ നിന്ന് മനുഷ്യനെ നിവൃത്തിയിലേക്ക് നയിക്കുന്ന ഭാഷയാണ്. അതാണ് പുരാണങ്ങളുടെ ദൗത്യം. അപ്പൊ ഇത് രണ്ടും തമ്മിൽ നമ്മൾ വേർതിരിച്ച് കാണണം. രണ്ടും കഥാപുസ്തകങ്ങളല്ല. രണ്ടിനും വ്യക്തമായ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. രണ്ടിനും കൃത്യമായിട്ടുള്ള അവതരണ ശൈലിയുണ്ട്. രണ്ടിനും രണ്ടിൻ്റെതായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള അവതരണമുണ്ട്. പുരാണങ്ങളുടെ ലക്ഷണമുണ്ട്, ഇതിഹാസത്തിന്റെ ലക്ഷണമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വ്യത്യാസം നമ്മൾ തിരിച്ചറിയണം. അപ്പൊ ഇവിടെ ധർമ്മം ചര എന്ന സന്ദേശത്തെ ഊർധ്വബാഹുർ വിരൗമ്യേഷ ധർമ്മക്കിം ന സേവതേ എന്ന് വ്യാസൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ട്, ഊർധ്വബാഹുർ വിരൗമ്യേഷ, ഊർധ്വബാഹുവായി കൈ ഉയർത്തിപ്പിടിച്ച് ഞാൻ നിങ്ങളോട് കരയുന്നു. വിരൗമി ഏഷ, ഈ ഉള്ളവൻ നിലവിളിക്കുന്നത് കേൾക്കുന്നില്ലേ നിങ്ങൾ? ഊർധ്വബാഹുർ വിരൗമ്യേഷ ധർമ്മക്കിം ന സേവതേ, എന്താ നിങ്ങൾ ധർമ്മം സേവിക്കാത്തത്, എന്താ നിങ്ങൾ ധർമ്മം സേവിക്കാത്തത് എന്ന് ആവർത്തിച്ച് വ്യാസൻ പല സന്ദർഭങ്ങളിലും പറയുന്നത് കേൾക്കാം. പക്ഷെ ആര് കേൾക്കാൻ? ആ കേൾക്കാത്തവരുടെ കഥയാണ് മഹാഭാരതം കഥ. അപ്പൊ നമ്മളും ഈ കാലത്തും കേൾക്കാതിരിക്കാം, വേണമെങ്കിൽ കേൾക്കാതിരിക്കാം. അത് നമ്മൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, അല്ലേ? കേട്ടാൽ പാണ്ഡവരെ പോലെ അവസാനം ധർമ്മത്തിന്റെ വിജയം, അത് തന്നെയാണ് പാണ്ഡവന്മാരുടെ വിജയം. അതുപോലെയുള്ള വിജയം നമുക്കുണ്ടാവും, ശാശ്വതമായ പദവി നമുക്കുണ്ടാവും. അല്ലെങ്കിൽ ദുര്യോധനാദികളെ പോലെ, കൗരവന്മാരെ പോലെ നശിച്ച് അധപ്പതിക്കാം. രണ്ടും നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു. ചോയ്സ് ഈസ് യുവേഴ്സ്. വ്യാസൻ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് ലോകത്തിന്റെ മുമ്പില്. രണ്ട് പക്ഷങ്ങളെ കാണിച്ചു തരുന്നുണ്ട്, ധർമ്മപക്ഷവും അധർമ്മപക്ഷവും. എന്നിട്ട് നമ്മളോട് തെരഞ്ഞെടുക്കാൻ ഏതാണ് നല്ലത് എന്ന് നിങ്ങൾ തെരഞ്ഞെടുത്തോളൂ, നിങ്ങളുടെ ജീവിതത്തിൽ അനുഷ്ഠിച്ചോളൂ, എന്നിട്ട് എത്തേണ്ടടുത്ത് എത്തിക്കോളൂ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഈ മഹാഭാരതത്തിന്റെ പേര് ജയം എന്നാണ്. ആ ജയം ആരംഭിക്കുമ്പോ ഇങ്ങനെ ഒരു സ്തുതി: നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നരനാരായണന്മാർ ഈ ഭാരതത്തിന്റെ കുലദേവതകളാണ്. ഈ ഭാരതവർഷത്തിന്റെ കുലദേവതമാരാണ് നരനാരായണന്മാർ. സംശയമുണ്ടെങ്കിൽ ഭാഗവതം പഞ്ചമസ്കന്ധത്തിൽ നോക്കുക. ഭൂഗോള വർണ്ണന എന്ന വർണ്ണിക്കുന്ന സമയത്ത് ജംബൂദ്വീപം മുതലായ 7 ദ്വീപുകളെ വർണ്ണിച്ച് ആ ജംബൂദ്വീപത്തിൽ 9 ഉപഭൂഖണ്ഡങ്ങളെ വേർതിരിച്ച് വർഷങ്ങൾ എന്ന് പറയുന്ന ഇളാവർഷം, കിംപുരുഷ വർഷം മുതലായിട്ടുള്ള ഹരിവർഷം എന്നിങ്ങനെ ഓരോ വർഷങ്ങളെ തിരിച്ച് അതിൽ ഭാരതവർഷം എന്ന് പറയുന്നതായിട്ടുള്ള ആ ഭൂപ്രദേശത്തെ, ഓരോ ദേശത്തും ഈശ്വരന്റെ ഓരോരോ അവതാരമൂർത്തികൾ അവിടെ അധ്യക്ഷ സ്ഥാനത്തിരുന്നു കൊണ്ട് അതാത് ദേശങ്ങളെ രക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ ഭാരതവർഷത്തിൽ നരനാരായണ മൂർത്തികളായിട്ടാണ് ഭഗവാൻ ഭാരതത്തെ രക്ഷിക്കുന്നത്. നാരദ മഹർഷിയാൽ സ്തുതിക്കപ്പെട്ട്, നാരദാദികളാൽ സ്തുതിക്കപ്പെട്ടുകൊണ്ട് നരനാരായണ ഋഷീശ്വരന്മാരാൽ ഭാരതം രക്ഷിക്കപ്പെടുന്നു എന്നാണ് ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം പറയുന്നത്. എന്താ എന്റെ താല്പര്യം? ഈ ഭാരതം തപസ്സിൽ ഊന്നിയതാണ്. തപസ്സിന്റെ മൂർത്തിമാരാണ് നരനാരായണന്മാർ. അറിവിന്റെയും തപസ്സിന്റെയും മൂർത്തിമാരാണ്.
അപ്പൊ ഭാരത സംസ്കാരം എന്ന് പറയുന്നത് അറിവിലും തപസ്സിലും രമിക്കുന്ന സംസ്കാരമാണ്. ആ തപോമൂർത്തികളെയാണ് നമ്മൾ കുലദേവതകളായി, നമ്മുടെ വർഷദേവതകളായി ആരാധിക്കേണ്ടത്. അവരെ വണങ്ങിക്കൊണ്ടാണ്, ഭാരതത്തിന്റെ കുലദേവതകളെ വണങ്ങിക്കൊണ്ടാണ് മഹാഭാരതം ആരംഭിക്കുന്നത്. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം, നരോത്തമം നരം നാരായണം ച നമസ്കൃത്യ, നരനാരായണന്മാരെ നമസ്കരിച്ചുകൊണ്ട്. അപ്പോ തപസ്സിന്റെ മൂർത്തിമാരാണ്, ത്യാഗത്തിന്റെ മൂർത്തിമാരാണ്, നിസ്സംഗതയുടെ മൂർത്തിമാരാണ്, അറിവിന്റെ മൂർത്തിമാരാണ്, ശാന്തിയുടെ മൂർത്തിമാരാണ്. അതുപോലെ തന്നെ അവര് ദുഷ്ടനിഗ്രഹത്തിലും ഒട്ടും പിന്നോക്കമല്ല. ദുഷ്ടനിഗ്രഹവും ചെയ്യുന്നവരാണ് നരനാരായണന്മാര്, അല്ലേ? നാരായണീയത്തിൽ കണ്ടില്ലേ നമ്മള് നിവാത കവചന്മാർ എന്ന, അല്ലെങ്കിൽ സഹസ്ര കവചൻ എന്ന അസുരനെ മാറി 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 ഒരാള് 1000 വർഷം തപസ് ചെയ്യുമ്പോൾ മറ്റേയാൾ 1000 വർഷം യുദ്ധം ചെയ്തുകൊണ്ട്, മറ്റേയാൾ ഒരു കവചം പൊട്ടിക്കഴിച്ച്, ഈ സഹസ്ര കവചന്റെ 1000 കവചങ്ങളിൽ ഓരോ കവചം പൊട്ടിക്കാനും 1000 വർഷം തപസ് ചെയ്യണം. അത് കഴിഞ്ഞ് 1000 വർഷം യുദ്ധം ചെയ്യണം. അപ്പൊ 2000 വർഷം കൊണ്ടേ ഒരാൾ മെനക്കിടണമെങ്കിൽ ഈ സഹസ്ര കവചന്റെ ഒരു കവചം പൊട്ടിക്കാൻ പറ്റുള്ളൂ. അതിനാണ് ഊഴമിട്ടുകൊണ്ടവര് പര്യായ നിർമ്മിത തപസ്സമരേണ എന്ന് മേൽപ്പത്തൂർ പറയുന്നത് ഓർമ്മിക്കുക. പര്യായമായിട്ട് എന്ന് പറഞ്ഞാലോ ഒന്നിടവിട്ട്, ഓൾട്ടർനേറ്റ് ആയിട്ട് എന്നർത്ഥം. ഒരാള് തപസ് ചെയ്യുമ്പോൾ മറ്റേയാൾ യുദ്ധം ചെയ്തും, മറ്റേയാൾ തപസ്സിന് തിരിച്ചു വരുമ്പോ മറ്റേയാൾ യുദ്ധം ചെയ്തും. നാരായണൻ തപസ് ചെയ്യുമ്പോൾ നരൻ യുദ്ധം ചെയ്യും, നരൻ തപസ് ചെയ്യുമ്പോൾ നാരായണൻ യുദ്ധം ചെയ്യും. അങ്ങനെ 999 കവചവും പൊട്ടിച്ചു കളഞ്ഞു. അവനെ നിഗ്രഹിക്കുകയും ചെയ്തു. പക്ഷേ അവൻ പിന്നെയും ഒരു കവചത്തോടുകൂടി ജനിച്ചു എന്നും, അവനാണ് കർണനായി ജനിക്കുന്നത് എന്നും കൂടി സൂചിപ്പിച്ചിട്ടുണ്ട്. ആ സഹസ്ര കവചന്റെ 999 കവചങ്ങളെ നരനാരായണന്മാർ തപസ്സിലൂടെയും യുദ്ധത്തിലൂടെയും പൊട്ടിച്ചു കളഞ്ഞ് ഇനി ഒരു കവചം ബാക്കിയായിട്ട് അവൻ പുനർജനിച്ചതാണ് കർണൻ. ആ കർണനെ നിഗ്രഹിക്കാനായിട്ട് ആ നരനാരായണന്മാർ തന്നെയാണ് കൃഷ്ണാർജുനന്മാരായി അവതരിച്ചത്. അതേ അർജുനനാണ് നരൻ. ആ അർജുനനാകുന്ന നരനാണ് ഈ കർണനെ വധിക്കുന്നത്. അപ്പൊ ഇത് ഓർക്കുക, പരസ്പരം ബന്ധപ്പെടുത്തുക. അപ്പൊ തപസ്സിനും വേണ്ടി വന്നാൽ യുദ്ധത്തിനും, ആ യുദ്ധം നിഷ്പക്ഷമായി, ശാന്തമായി, ധർമ്മയുദ്ധമായി നടത്തുന്ന നമ്മുടെ കുലദേവതകളെ ഓർക്കുക, നരനാരായണന്മാർ. ആ നരനാരായണന്മാരുടെ അനുഗ്രഹം കൊണ്ട് നിലനിൽക്കുന്ന രാജ്യമാണ് ഈ എന്താ പറയുക, നമ്മുടെ ഭാരതദേശം. ആ ഭാരതദേശത്തിന്റെ കഥയാണ് മഹാഭാരതം. ഈ ഭാരതം എന്ന പേര് കിട്ടിയത്, ഏറ്റവും ആദ്യം ഒരു ഭരതൻ ഭരിച്ചത് നമ്മുടെ സ്വയംഭൂ മനുവിന്റെ വംശത്തിലെ പ്രിയവ്രതന്റെ പുത്രനായ, അഗ്നീന്ദ്രന്റെ പുത്രനായി, നാഭിയുടെ പുത്രനായി, ഋഷഭന്റെ പുത്രനായി വന്ന ഭരതനാണ്. ആദ്യ ഭരതൻ ഋഷഭപുത്രനായിട്ടുള്ള ഭരതനാണ്. ആ ഭരതന്റെ ഭരണം കൊണ്ടാണ് മുമ്പ് അജനാഭം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ ദേശം, ഈ ഖണ്ഡം ഭാരതവർഷം എന്നറിയപ്പെട്ടത് എന്ന് നമ്മുടെ പുരാണങ്ങൾ പറയുന്നു. അപ്പോ ഈ ഭാരതവർഷത്തിന്റെ പൂർവീക പേര് അജനാഭ വർഷം എന്നായിരുന്നു. ഈ അജനാഭ വർഷം ഭാരതവർഷമാകുന്നത് ഋഷഭപുത്രനായിട്ടുള്ള ഭരതന്റെ ഭരണം കൊണ്ട്. അതിനുശേഷം പിന്നെയും മറ്റൊരു ഭരതൻ ഭരിച്ചു, ശ്രീരാമ സഹോദരനായിട്ടുള്ള ഭരതൻ. ത്രേതായുഗത്തിലെ, ഈ വൈവസ്വത മന്വന്തരത്തിലെ ത്രേതായുഗത്തിൽ ഭരിച്ച ഒരു ശ്രേഷ്ഠനായ ഭരതനാണ് ശ്രീരാമ സഹോദരനായിട്ടുള്ള ഭരതൻ. അത് കഴിഞ്ഞ് മറ്റൊരു ഭരതൻ ഭരിച്ചു. ആ ഭരതന്റെ വംശത്തെ പറയാനും കൂടിയാണ് മഹാഭാരതം. മൂന്നാമത്തെ ഭരതൻ, ഈ ഭാരതം ഭരിച്ച മൂന്നാമത്തെ ഭരതൻ ദുഷ്യന്തപുത്രനായിട്ടുള്ള ഭരതൻ.
ശകുന്തളയുടെയും ദുഷ്യന്തന്റെയും പുത്രനായിട്ടുള്ള ഭരതന്റെ കഥയാണ്. ആ ഭരതന്റെ വംശത്തിന്റെ കഥയാണ് മഹാഭാരതം. ദുഷ്യന്തന്റെയും ശകുന്തളയുടെയും കഥ ശാകുന്തളം പ്രശസ്തമാണ് അല്ലെ? കാളിദാസ തൂലികയിലൂടെ വിരിഞ്ഞ മഹാകാവ്യം, മഹാനാടകം ശാകുന്തളം. കണ്വ മഹർഷിയുടെ വളർത്തുമകളായി വിശ്വാമിത്രന്റെയും മേനകയുടെയും പുത്രിയായ ശകുന്തള വളർന്നതും ആ ശകുന്തളയും ദുഷ്യന്തനുമായുണ്ടായ ഗാന്ധർവ വിവാഹവും അതിൽ ഉണ്ടായ പുത്രനുമാണ് ഭരതൻ. പിന്നീട് ശകുന്തളയെ ദുഷ്യന്തൻ സ്വീകരിക്കാൻ മറന്നുപോകുന്നതായിട്ടുള്ള, മടിക്കുന്നതായിട്ടുള്ള സന്ദർഭവും അതിനുശേഷം ദുഷ്യന്ത പുത്രനായ ഭരതനെ, ശകുന്തളയുടെ പുത്രനായ ഭരതനെ ദുഷ്യന്തൻ സ്വീകരിക്കുന്നതുമായിട്ടുള്ള കഥകളൊക്കെ ആ ശാകുന്തളത്തിലുണ്ട്. മഹാഭാരതത്തിൽ സൂചിപ്പിക്കുന്നേ ഉള്ളൂ. എന്നുവെച്ചാൽ ആരംഭം ഈ കഥകൾ സൂചിപ്പിച്ചുകൊണ്ടാണ്. മഹാഭാരത കഥ കൂടുതൽ വിരിയുന്നത്, വികസിക്കുന്നത് ശന്തനുവിന്റെ കഥയിൽ നിന്നാണ്. ഒരു പ്രവാഹമായി ആരംഭിക്കുന്നത്, ഒരു ഗംഗാപ്രവാഹം പോലെ ആ മഹാഭാരത കഥയുടെ മെയിൻ സ്ട്രീം ആരംഭിക്കുന്നത് ശന്തനുവിന്റെ കഥയിൽ നിന്നാണ്. ശന്തനുവും ശന്തനുവിന്റെ പുത്രനായ ഭീഷ്മരും ഭീഷ്മരുടെ പരമ്പരകളും അല്ലെങ്കിൽ ഭീഷ്മരുടെ സഹോദരന്മാരും അവരുടെ മക്കളും അവരുടെ മക്കളുടെയും കഥയായിട്ട് ഒരു ഗംഗാപ്രവാഹമായി തീരുന്നത് ആ ശന്തനുവിന്റെ കഥയിൽ നിന്നാണ്. അതിനു മുമ്പ് പല കൈവഴികളായി ഗംഗ എങ്ങനെയാണോ കൊച്ചു കൊച്ചു അരുവികളായി വന്ന് ആ ഗംഗയിലേക്ക് ഒന്നായി തീരുന്നത്, അതുപോലെ പല കഥകളും പല ഉപാഖ്യാനങ്ങളും ആരംഭത്തിൽ പറഞ്ഞാണ് ഇതിലേക്ക് വരുന്നത്. അപ്പോ മഹാഭാരതം വേദവ്യാസൻ അവതരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ വേദവ്യാസന്റെ ശിഷ്യനായ വൈശമ്പായനനാണ് മഹാഭാരതം കഥ പറയുന്നത്. വൈശമ്പായന ഉവാച വൈശമ്പായന ഉവാച വൈശമ്പായന ഉവാച എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭം. ഓരോ ഭാഗവും കഥ പറയുമ്പോൾ നമ്മൾ വിഷ്ണു സഹസ്രനാമത്തിലും വൈശമ്പായന ഉവാച കാണാം. വൈശമ്പായനൻ ജനമേജയന് കഥ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് അവതരണം. ജനമേജയൻ ആരാണ്? പാണ്ഡവന്മാരുടെ പൗത്രനായ പരീക്ഷത്തിന്റെ പുത്രൻ. പാണ്ഡവന്മാർ പരീക്ഷത്തിനെ രാജ്യഭാരം ഏൽപ്പിച്ച് മഹാപ്രസ്ഥാനം പോകുന്നതും ആ പരീക്ഷിത്ത് വളരെ കാലം നല്ല രീതിയിൽ രാജ്യഭരണം ചെയ്തതും പിന്നീട് മഹർഷിയുടെ അല്ലെങ്കിൽ മഹർഷി പുത്രനായ ബ്രാഹ്മണ ശാപം കൊണ്ട്, ശൃംഗിയുടെ ശാപം കൊണ്ട് തക്ഷകന്റെ ദംശമേറ്റ് മരിക്കുന്നതും അതിന് പ്രതികാരം ചെയ്യാനായിക്കൊണ്ട് ജനമേജയൻ സർപ്പങ്ങളെ മുഴുവൻ കൊന്നൊടുക്കാനായിക്കൊണ്ടുള്ള ഒരു സത്രം നടത്തുകയും ചെയ്യുന്ന ആ രംഗത്ത്, സർപ്പസത്രം എന്നുള്ളതായിട്ടുള്ള ആ രംഗത്ത് അവിടെ വെച്ചിട്ടാണ് ഋഷിമാരും മുനിമാരും പലരും വന്നു ചേരുന്നതും അവിടെ വെച്ച് ഈ ജനമേജയന് വൈശമ്പായനൻ പൂർവീകരുടെ കഥ പറഞ്ഞു കൊടുക്കുന്നതായിട്ടുള്ള ഒരു അവതരണ രീതിയിലാണ് ഇതിന്റെ ആരംഭം. ആ ജനമേജയന്റെ പൂർവീകന്മാരായ കൗരവ പാണ്ഡവന്മാരുടെ അല്ലെങ്കിൽ അവരുടെയും പൂർവീകരുടെ കഥ അവതരിപ്പിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ഇപ്പൊ മഹാഭാരതത്തിലെ ആദ്യത്തെ പർവം, അതിന്റെ പേര് തന്നെ ആദിപർവം എന്നാണ്. ആദിപർവം. ആ ആദിപർവത്തിൽ നിന്നാണ് ഈ കഥയിലേക്ക് പ്രവേശിക്കുന്നത്. ആ ആദിപർവത്തിൽ സംഭവപർവം എന്നുള്ളതായിട്ടുള്ള ആ പർവഭാഗത്താണ് ഈ കൗരവന്മാരുടെയും പാണ്ഡവന്മാരുടെയും ഒക്കെ സംഭവം എന്നാൽ ഉത്ഭവം, അവരുടെയൊക്കെ ജനനം. ആ ജനനം പറയാൻ അതിലേക്ക് വരികയാണ് ഭരതന്റെ കഥ പറഞ്ഞുകൊണ്ട്. ഇപ്പൊ ഭരതവംശം ആണല്ലോ ഇത്. ആ ദുഷ്യന്തപുത്രനായിട്ടുള്ള ഭരതന്റെ കഥ പറഞ്ഞുകൊണ്ടാണ് സംഭവപർവത്തിലേക്ക് പ്രവേശിക്കുന്നത്. ആദിപർവത്തിലെ ഒരു ഉപപർവമാണ് സംഭവപർവം. ആദിപർവം വളരെ വിശദമായിട്ട് ഒരുപാട് കാര്യങ്ങൾ, അവിടെയാണ് ശന്തനുവിന്റെയും ഭീഷ്മരുടെയൊക്കെ കഥകൾ വിരിഞ്ഞു വരുന്നത്.
അവരൊക്കെ ഈ സംഭവത്തിൽ പെടുന്നതാണ്. കാരണം അവരൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്, ഇവരുടെയൊക്കെ ജന്മം, ഇവരുടെയൊക്കെ ഉൽപ്പത്തി ഏതൊക്കെ രീതിയിലാണ്, എന്തൊക്കെയാണ് അതിന്റെ പിന്നാമ്പുറ കഥകൾ, അതുമൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് ഇവരുടെ സംഭവത്തിലേക്ക്, ഇവരുടെ ഉത്ഭവത്തിലേക്ക് വെളിച്ചം വീശുകയാണ് ഈ സംഭവപർവം ആദിപർവത്തില്. അത് കഴിഞ്ഞിട്ടുള്ള പർവമാണ് സഭാപർവം എന്ന് പറയുന്ന പർവം, രണ്ടാമത്തെ വലിയ പർവം. 18 പർവങ്ങളാണല്ലോ, അതിൽ രണ്ടാമത്തെ പർവം സഭാപർവം. ആ സഭാപർവത്തിലാണ് നമ്മുടെ ഇന്ദ്രപ്രസ്ഥത്തിലെ മയനിർമ്മിതമായ സഭയിൽ വെച്ച് രാജസൂയ യാഗം നടക്കുന്നതും ദുര്യോധനാദികൾ അപമാനിതരാവുന്നതുമൊക്കെ ആയിട്ടുള്ള കഥകൾ പറയുന്നത്. അത് കഴിഞ്ഞ് മറ്റൊരു സഭയിലേക്കും ആ സഭാപർവം നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. അതാണ് കൗരവന്മാരുടെയും പാണ്ഡവന്മാരുടെയും ചൂതുകളിയുടെ സഭ.